പട്ടിണിയാണ് അത്രേ. കിട്ടുണ്ണി, പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പൊണ്ണത്താണ്. ആട്ടെ, എത്ര പെണ്ണുങ്ങളുണ്ട് വീട്ടില്? പാട്ടം മുഴുവനും വെച്ചിട്ട് ന്യായം പറയണം. പാട്ടമാക്കി തരുന്നു, നിങ്ങൾക്കാ തരേണ്ടത്. അത് വാങ്ങിയേ പോവും. എന്താടാ നായെ, നിന്റെ പെങ്ങളെ പറഞ്ഞ പെണ്ണുങ്ങളൊക്കെ തേവടിച്ചികളാണെന്ന ഈ പണോളാന്റെ വിചാരം. തുണ്ണിയുടെ പെങ്ങളെ അവർ മനസ്സിലാക്കിയിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്യാം, പുറത്തൊന്ന് ഇറങ്ങി വരട്ടെ. ആരോടെങ്കിലും കുറച്ച് കാശ് കടം ചോദിക്കും. പട്ടിണി കിടക്കുന്നതിലും ഭേദം കടക്കാരനാവുകയാണ്. നാലെണ്ണ കടം കിട്ടാൻ വേണ്ടി ഞാൻ 4 വീട്ടിൽ ചെല്ലുന്നു. ഉള്ളവർ ഇല്ലാത്തവർക്ക് യാതൊരു ഉപകാരവും ചെയ്യും. ഇനി എന്താണ് വേണ്ടത്? വെറും കൈയോടുകൂടി ഞാൻ എങ്ങനെയാണ് മടങ്ങിച്ചില്ല്? അവർ കാത്തിരിക്കുന്നുണ്ടാവും. ഒരു നിവൃത്തിയുണ്ട്, ഒരൊറ്റ നിവൃത്തി. പക്ഷേ അതിനെനിക്ക് ധൈര്യം തോന്നുന്നില്ല. ഇന്നേ വരെ മോഷ്ടിച്ചിട്ടില്ല. ഇന്ന് ഞാൻ മോഷ്ടിച്ചാൽ എന്താ? അതേ നിവൃത്തിയുള്ളൂ. ഒരു കുടുംബത്തെ മുഴുവനും പട്ടിണി കിടത്തുന്നതിലും ഭേദം ഒരു കള്ളനാവുകയാണ്. അതെ, അരിയെടുക്കാൻ മാത്രമായിട്ടാണോ ആ പിടിയിൽ കയറുന്നത്? അതെ യജമാനി, ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള അരി എടുക്കാൻ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പീടികയിൽ കിടന്ന് വല്ലവരും കക്കാറുണ്ടോടാ? എന്താണ് ഉണ്ടാക്കുന്നത്? ചോദിച്ചതിന് ഉത്തരം പറയില്ലേ? കഴുതേ, പറയിക്കാൻ ഇവിടെ അറിയാമെന്ന് അറിഞ്ഞുകൂടെ? 2 ദിവസമായി എന്റെ കുടുംബം പട്ടിണി കിടക്കുകയായിരുന്നു. പട്ടിണി തീർക്കാൻ നല്ല വഴി. പുതിയ കണ്ടുപിടുത്തമാണല്ലോടാ. എത്ര കാലമായി ഈ സൂത്രം കണ്ടുപിടിച്ചിട്ട്? അപ്പോ നീ ഞങ്ങൾക്ക് പരിചയപ്പെട്ടവനാവണമല്ലോ. ഇത് എത്രാമത്തെ തവണയാടാ? എടോ PC, ആ ഡയറി എടുക്കണോ? എന്താ നീ പറഞ്ഞത്? ഇത് ആദ്യത്തെ തവണയാണെന്നോ? എടാ, നീ ഹരിചന്ദ്രൻ കാട്ട് കള്ള. എന്റെ കണ്ണിലാടാ പൊടിയിടാൻ ഭാവം. നീ വലിയൊരു തല്ലുകാരനാണെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. പാട്ടവാക്ക് ചോദിച്ചപ്പോ ആ മനക്കലെ കാര്യസ്ഥനെ നീ അടിച്ചില്ലേ? ഇല്ലേ? ഇല്ലേടാ? ഞാൻ അടിച്ചു. ആ രാമൻ നായരെ ഞാൻ അടിച്ചു. കൊല്ലേണ്ടതായിരുന്നു. പാട്ടവാക്ക് ചോദിച്ചാൽ കൊല്ലല്ലേ? പാട്ടവാക്കിയല്ല, എന്റെ സഹോദരിയെ അപമാനിച്ചതിന്. നിർത്തടാ. നീ ഒരു സത്യവാനും അവളൊരു സാവിത്രിയും. പറയടാ നേരെ. PC, ഇവനെ ലോക്കപ്പിൽ വെക്കടോ. നേര് പറയില്ലെങ്കിൽ പറയിപ്പിക്കണം. എനിക്കൊന്നും നിശ്ചയില്ല. ഏട്ടനിപ്പോ വന്നോ? ഏട്ടൻ വന്നില്ല അമ്മ. ഏട്ടൻ എങ്ങനാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ സാധിക്ക? ഏട്ടന് പോലീസുകാരെ ജയിലിലേക്ക് പിടിച്ചോണ്ട് പോയില്ലേ? ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ നിരത്ത് വക്കത്ത് കിടന്ന്
ബാലനെ വിചാരിക്കുമ്പോഴാ എന്റെ കുഞ്ഞുമാളു, നീ അല്ലാണ്ട് ആരുമില്ല അവന്. നീ അവനെ നല്ലോണം നോക്കണം. ഞാൻ പോയാ അങ്ങനെയൊന്നും പറയില്ല. ഉമ്മ മരിച്ചാ പിന്നെ ഞങ്ങളുടെ സ്ഥിതി എന്താ? അയ്യോ, എന്തൊരു ചൂട്! ആരാ എന്റെ മേലൊക്കെ തീ കോരിയിടുന്നത്? തീയല്ല അമ്മേ, ഇങ്ങോട്ടും വന്ന വെയില്. ഇനി എങ്ങോട്ടാ അമ്മയെ മാറ്റി കിടത്തേണ്ടത്? വേണ്ട, അതൊന്നും വേണ്ട. വല്ലാണ്ട് ദാഹിക്കുന്നു. ഒരു തുള്ളി വെള്ളം, ഒരു തുള്ളി. എനിക്ക് വയ്യാലോ എന്റെ കുഞ്ഞുമാളു. ഞാൻ ചത്ത ബാലന് നല്ലോണം നോക്കണം. ഞാൻ മരിച്ച നീ പനിയും കൊണ്ട് പനിക്ക് പോയി സങ്കടം പറഞ്ഞ ഇല്ലമ്മേ, ഞാൻ മനസ്സിലേക്ക് ഈ ജന്മത്ത് പോവില്ല. നമ്മളെ ഈ നിലയിലാക്കിയ ആ ദുഷ്ടനായ ജന്മിയുടെ പടി ഞാൻ ഒരിക്കലും കയറില്ല. അമ്മ വ്യസനിക്കേണ്ട, ബാലനെ ഞാൻ നല്ലപോലെ നോക്കിക്കൊള്ളാം. എന്റെ മോളെ, അത് മതി. എനിക്ക് അത് മാത്രം മതി. എനിക്ക് മരിക്കണം. കേട്ടുണ്ടി, കേട്ടുണ്ടി, കേട്ടുണ്ടി. പ്രിയപ്പെട്ട അമ്മേ, പറ, സത്യം പറ. നീ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? പറ, നേര് പറ. നീ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? അപ്പോ ഞാൻ കേട്ടത് ശരിയാണ്. ഏട്ടൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഞാൻ മാനം വിറ്റവളാണ്. പക്ഷെ ഒരു കാര്യം ഏട്ടൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. എനിക്ക് വേണ്ടിയല്ല ഞാൻ ഈ നീച പ്രവൃത്തി ചെയ്തത്. നിനക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയെന്നോ പറയാം. എന്റെ അനുജന് വേണ്ടി, എന്റെ പ്രിയപ്പെട്ട അനുജന് വേണ്ടി. ഏട്ടൻ ആർക്ക് വേണ്ടിയാ അന്ന് മോഷണം നടത്തിയത്? ആർക്ക് വേണ്ടിയാ ഏട്ടൻ ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ടത്? എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, എൻ്റെ അനുജത്തിക്ക് വേണ്ടി, എൻ്റെ അനുജന് വേണ്ടി. അതെ ഏട്ടാ, കഷ്ടപ്പെടുന്ന കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഏട്ടന്റെ അനുജത്തി മാനം വിറ്റു. കുഞ്ഞുമാളു, ഏട്ടാ, നമ്മുടെ പ്രിയപ്പെട്ട അമ്മ യാതൊരു ഗതിയുമില്ലാതെ, മരുന്ന് കിട്ടാതെ, വെള്ളം പോലും കിട്ടാതെ ഇങ്ങനെ മരിച്ചുവെന്ന് ഏട്ടൻ അറിഞ്ഞിരുന്നുവെങ്കിൽ. എൻ്റെ അമ്മ, എൻ്റെ പ്രിയപ്പെട്ട അമ്മ. ഏട്ടാ, അമ്മ മരിച്ചു എന്നല്ല പറയേണ്ടത്. ആ ജന്മി, ആ ദുഷ്ടൻ അമ്മയെ കൊന്നെന്ന് പറയണം. അതെ, കൊല്ലുക എന്ന് തന്നെയാണ് പറയേണ്ടത്. പാട്ടബാക്കി എന്നും പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയ നെല്ല് മുഴുവനും പിടിച്ചു പറിക്കുക, ഒരു ഗതിയുമില്ലാതെ നിരത്തുപക്കത്ത് കിടന്ന് ചാവാൻ വിടുക, അതിന് കൊല്ലുക എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇത്തരം ജന്മികളെ കൊണ്ടാണ് നമ്മളെ പോലെയുള്ളവർക്ക് കക്കേണ്ടി വരുന്നത്, വ്യഭിചരിക്കേണ്ടി വരുന്നത്. ഈ സമൂഹത്തിൽ മോഷണവും വ്യഭിചാരവും ഇല്ലാതാവണമെങ്കിൽ ദാരിദ്ര്യം നശിക്കണം. ദാരിദ്ര്യം നശിക്കണമെങ്കിലോ
ഇന്നത്തെ ഭരണ സമ്പ്രദായം മാറണം. മാറണം, പക്ഷെ എങ്ങനെ? എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. വരൂ. പൂമരങ്ങളായുയർന്നു നന്മയെ കാത്തിടേണം, കാത്തു നിൽക്കു കാലം രക്തപുഷ്പമാ പടർന്നിറങ്ങുമാ നിമിഷം കാലമേറ്റെടുത്തിടും സഖാവേ